ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. 2025 വരുന്ന ഡ്രൈവർ എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിലെ അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഹസാർഡസ് ഗുഡ്സുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഡ്രൈവർ എക്സാം ഹെവി ലൈസൻസ് എടുത്ത ആളുകളൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും ഹസാർഡ് ലൈസൻസ് എന്നുള്ളൊരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ ഹസാർഡ് ലൈസൻസ് എന്തിനു വേണ്ടിയിട്ട് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹസാർഡസ് ആയിട്ടുള്ള ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹസാർഡ് ലൈസൻസ് എടുക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെക്ഷൻസ് ആണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിലെ ചില റൂളുകളുണ്ട് ഹസാർഡുമായി ബന്ധപ്പെട്ട് പറയുന്ന വാഹനങ്ങൾക്ക് വേണ്ടത്, അതേപോലെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടത്. അപ്പം അങ്ങനെയുള്ള ഓരോ റൂളുകളായിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഓഫ് ഡേഞ്ചറസ് ഓർ ഹസാർഡസ് നേച്ചർ. ദെൻ ഫസ്റ്റ് നമുക്ക് ഹസാർഡസ് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഓരോ റൂൾ ഓരോന്നായിട്ട് നോക്കി പോകാം. അപ്പോൾ റൂൾ 129 റൂൾ 129 ആദ്യം നമ്മൾ പറയുന്നത്. റൂൾ 129 പറയുന്നത് മനുഷ്യ ജീവിതത്തിലേക്ക് അപകടകരമായ ചരക്കുകളുടെ ഗതാഗതം. മനുഷ്യ ജീവിതത്തിലേക്ക് എന്ന് പറയുന്നത് നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് അപകടകരമായ ചരക്കുകൾ എങ്ങനെയാണ് ഗതാഗതം, അതുമായി ബന്ധപ്പെട്ടുള്ള ഗതാഗതത്തെക്കുറിച്ചാണ് ഓരോ സബ് റൂളുകളായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ സബ് റൂൾ എന്ന് പറയുന്നത് അപകടകരവുമായ ഏതെങ്കിലും ചരക്കുകൾ കൊണ്ടുപോകുന്ന ഒരു ചരക്ക് വണ്ടിയുടെ ഓരോ ഉടമയും അപകടകരവുമായ ചരക്കുകളുടെ ഏതെങ്കിലും വിഭാഗവുമായി ബന്ധപ്പെട്ട് തൽക്കാലം പ്രാബല്യത്തിൽ വരുന്ന ഏതെങ്കിലും നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിന് പുറമെ ഇനി പറയുന്ന വ്യവസ്ഥകൾ പാലിക്കേണ്ടതാണ്. അപ്പോൾ ഹസാർഡസ് വെഹിക്കിൾസിൽ ഹസാർഡസ് ഗുഡ്സ്, അപകടകരമായ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിരിക്കും, അതിലെ വ്യവസ്ഥകൾ ഉണ്ടായിരിക്കും. അതിന് പുറമെ ഇനി പറയുന്ന വ്യവസ്ഥകൾ കൂടി പാലിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അത് ഹസാർഡിൻ്റെ നിയമങ്ങൾ വേറെ ഉണ്ട്, അതിന് പുറമെ മോട്ടോർ വെഹിക്കിളിൽ ഉള്ള നിയമങ്ങൾ കൂടി പാലിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് ഒന്നാമത്തെ ഫസ്റ്റ് പറയുന്നത് ഓരോ പോയിന്റായി പറയുകയാണ്. ഒരേ തരത്തിലുള്ള അപകടകരവുമായ സാധനങ്ങൾ ബൾക്ക് ആയാലും പാക്കേജ് ആയാലും കൊണ്ടുപോകുന്ന അത്തരം എല്ലാ ചരക്ക് വണ്ടികളും നിയമം 137 പട്ടിക 1 കോളം 3 വ്യക്തമാക്കിയിട്ടുള്ള അപകടകരമോ ആയ സാധനങ്ങളുടെ തരത്തിന് അനുയോജ്യമായ ക്ലാസ് ലേബലിൻ്റെ ഒരു പ്രത്യേക അടയാളം പ്രദർശിപ്പിക്കും. അപ്പോൾ അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, അത് ബൾക്ക് കൊണ്ടുപോകുകയായിക്കോട്ടെ, അല്ല ഒരെണ്ണം ഇൻഡിവിജ്വലി കൊണ്ടുപോകുന്നതായിക്കോട്ടെ. ഒരെണ്ണം മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഹനത്തിൽ തന്നെ ഡിഫറെൻറ്റ് ക്ലാസ്സിലുള്ള ഹസാർഡസ് ഗുഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അതിലേതാണോ ക്ലാസ്സുകൾ എന്നുണ്ടെങ്കിൽ ആ ക്ലാസ് ലേബൽ എന്ത് ചെയ്യണം, പ്രദർശിപ്പിക്കേണ്ടതാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് പുറത്തൊരു ക്ലാസ് ലേബൽ കാണാൻ പറ്റും. അപ്പോൾ ക്ലാസ് ലേബൽ നോർമലി എന്താണ് എന്നുള്ളത് അതിൻ്റെ ഹാഫായിട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, അതിൻ്റെ പേര് താഴ്ത്തും എഴുതിയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ജസ്റ്റ് അടുത്ത പോയിൻ്റായിട്ട് പറയുന്നുണ്ട് കൃത്യമായിട്ട്. ദെൻ രണ്ടാമത്തെ ഒന്ന് നോക്കാം. രണ്ടാമത്തെ പോയിന്റ്, അപകടകരവുമായ ചരക്കുകൾ അടങ്ങിയ എല്ലാ പാക്കേജുകളും റൂൾ 37 പട്ടിക 1 കോളം 3 വ്യക്തമാക്കിയിട്ടുള്ള അപകടകരവുമായ സാധനങ്ങളുടെ തരത്തിന് അനുയോജ്യമായ വ്യത്യസ്ത ക്ലാസ് ലേബലുകൾ പ്രദർശിപ്പിക്കും. അപ്പോൾ ഒന്നിലധികം സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു ലിക്വിഡും കൊണ്ടുപോകുന്നുണ്ട്, അതോടൊപ്പം തന്നെ അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു ലിക്വിഡ്, 2 തരത്തിലുള്ള ലിക്വിഡ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിന് രണ്ടിനും സെപ്പറേറ്റ്ലി എന്തായിരിക്കണം, സെപ്പറേറ്റ് ക്ലാസ് ഉണ്ടായിരിക്കും. ആ സെപ്പറേറ്റ് ക്ലാസ് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പ്രദർശിപ്പിക്കണം, ആ ഒരു ക്ലാസ് ലേബിൾ പ്രദർശിപ്പിക്കണം. ഇതിൽ മൂന്നാമത്തെ നോക്കാം. ചട്ടം 137 പട്ടിക 3 ലിസ്റ്റ് ചെയ്തിരിക്കുന്നതും അതിൻ്റെ കോളം 2 നൽകിയിരിക്കുന്ന 2 അപകടങ്ങളെ പ്രതിനിധീകരിക്കുന്നതുമായ സാധനങ്ങൾ അടങ്ങിയ പാക്കേജുകളുടെ കാര്യത്തിൽ അത്തരം പാക്കേജുകൾ 2 അപകടങ്ങളെയും സൂചിപ്പിക്കാൻ വ്യത്യസ്ത ലേബലുകൾ പ്രദർശിപ്പിക്കും. നോർമലി ഇപ്പോൾ പറഞ്ഞത് തന്നെ അല്ലേ, അതായത് 2 അപകടങ്ങൾ പ്രതികരിക്കുന്നതുമായ സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെയും എന്ത് ചെയ്യണം, ലേബലുകൾ പ്രത്യേകമായിട്ട് വേണം എന്ത് ചെയ്യണം, അതിൽ സ്ക്രീനിൽ നമ്മളുടെ ഓൾറെഡി ഉള്ള ലേബലിൽ കാണിക്കേണ്ടതാണ് എന്നുള്ളതാണ് പറയുന്നത്. വാഹനത്തിൽ ലേബൽ എങ്ങനെ വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദെൻ നാലാമത്തെ പോയിന്റ് നോക്കാം. അപകടകരവുമായ ഏതെങ്കിലും ചരക്കുകൾ കൊണ്ടുപോകുന്ന എല്ലാ ചരക്കു വാഹനങ്ങൾക്കും തീ, സ്ഫോടനം അല്ലെങ്കിൽ അപകടകരമായ സാധനങ്ങൾ രക്ഷപ്പെടുന്നത് തടയുന്നതിനുള്ള സുരക്ഷാ ഉപകരണങ്ങൾ സജ്ജീകരിച്ചിരിക്കണം. അപ്പോൾ നമ്മളൊരു ഹസാർഡസ് ആയിട്ടുള്ള ഒരിത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ സുരക്ഷാ ഉപകരണങ്ങൾ, അതായത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന ഡിവൈസസ് അല്ലേ, അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറയും. ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം, സജ്ജീകരിച്ചിരിക്കണം. ദെൻ 2022 സെപ്റ്റംബർ 1 അതിനുശേഷം നിർമ്മിച്ച
N2 N3 വിഭാഗങ്ങളിലെ ഓരോ വാഹനവും പുതിയ മോഡലുകളുടെ കാര്യത്തിലും 2023 ജനുവരി 1-ാം തീയതിയിലും നിലവിലുള്ള മോഡലുകളുടെ കാര്യത്തിൽ അപകടകരമോ അപകടകരമായ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് AIS 140 അനുസരിച്ച് ഒരു വെഹിക്കിൾ ട്രാക്കിംഗ് സിസ്റ്റം ഉപകരണം ഘടിപ്പിച്ചിരിക്കണം. അപ്പോൾ 2022 സെപ്റ്റംബർ 1-നോ അതിനുശേഷമോ നിർമ്മിച്ച N2 N3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ് അല്ലേ. അതിൽ ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റിൻ്റെ ഇതും അതേപോലെ തന്നെ നമ്മളതിൽ കൊണ്ടുപോകുന്ന ഇതും വെച്ചിട്ടാണ് നമ്മൾ ഈ കാറ്റഗറി ഓഫ് വെഹിക്കിൾസ് കൊണ്ട് N1 N2 N3 ആക്കി തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള N2 N3 കാറ്റഗറിയിൽ പെടുന്ന വാഹനങ്ങൾക്ക് പുതിയ മോഡലുകൾ 2023 ജനുവരി 1-ാം തീയതിക്ക് വന്ന പുതിയ മോഡലുകളാണെങ്കിലും എന്താണ് പുതിയ മോഡൽ എന്താണ് പഴയ മോഡൽ എന്ന് അടുത്തൊരു വിശദീകരണമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് ഇങ്ങനെയുള്ള വാഹനങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ AIS 140 അനുസരിച്ച് ഒരു വെഹിക്കിൾ ട്രാക്കിംഗ് സിസ്റ്റം അല്ലേ, വെഹിക്കിൾ ട്രാക്കിംഗ് സിസ്റ്റം ഓൾറെഡി വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കണം എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഓൾ ഇന്ത്യ സ്റ്റാൻഡേർഡാണ് AIS എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ സ്റ്റാൻഡേർഡിലെ 140 കോഡ് 140 കോഡിലെ ക്രൈറ്റീരിയകൾ പറയുണ്ടാവും. ആ ക്രൈറ്റീരിയകൾക്ക് അനുസരിച്ചുള്ള സാധനങ്ങൾ തന്നെ ആയിരിക്കണം അതിൽ ഘടിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ഞാൻ N2 N3 എന്താണെന്നുള്ള വിശദീകരണം പറഞ്ഞിരുന്നു, അത് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. N2 വിഭാഗത്തിലോ N3 വിഭാഗത്തിലോ ഉള്ള ഒരു വാഹനവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള മോഡൽ എന്നാൽ മോട്ടോർ വാഹനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പോ ആക്ടിൻ്റെ സെക്ഷൻ 110B പ്രകാരം ടൈപ്പ് അംഗീകാരം സർട്ടിഫിക്കറ്റ് നൽകിയുള്ള വാഹനങ്ങളാണ്. നമ്മൾ ടൈപ്പ് സർട്ടിഫിക്കറ്റ് നൽകുക എന്ന് വരും ചില വാഹനങ്ങൾക്ക്. അപ്പോൾ അതിൽ നിയമങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ നൽകിയിട്ടുള്ള വാഹനങ്ങളാണ് നിലവിലുള്ള മോഡൽ എന്ന് പറയുന്നത്. അതിന് ശേഷം നിർമ്മിച്ചതാണെങ്കിൽ N2 വിഭാഗത്തിലുള്ള N3 വിഭാഗത്തിലോ ഉള്ള വാഹനങ്ങൾ പുതിയ മോഡൽ എന്നാൽ മോട്ടോർ വാഹനത്തിൽ നമ്മൾ മോട്ടോർ വാഹന ആക്ട് ആരംഭിച്ചതിന് ശേഷം നിയമത്തിലെ 110B വകുപ്പ് പ്രകാരം ടൈപ്പ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളതാണെങ്കിൽ, മോട്ടോർ വെഹിക്കിൾ ആക്ട് ആരംഭിക്കുന്നതിന് മുന്നുള്ള വാഹനമാണെങ്കിൽ എന്ത് ചെയ്യണം, അതിൽ പഴയ മോഡൽ എന്ന് പറഞ്ഞത് പുതിയ മോഡൽ എന്ന് പറയുന്നത് നമ്മൾ ആരംഭിച്ചതിന് ശേഷമാണെങ്കിൽ 110B പ്രകാരമുള്ള ടൈപ്പ് സർട്ടിഫിക്കറ്റ് ആ വാഹനത്തിൽ നൽകിയിട്ടുള്ള വാഹനങ്ങൾ എന്നാണ് പഴയ മോഡൽ പുതിയ മോഡൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ N2 N3 എന്താണെന്നുള്ളത് നമ്മളിതിൻ്റെ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ N2 N3 അനുസരിച്ച് ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ വെയിറ്റ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളത് N1 N2 N3 ആക്കിയിട്ട് തരംതിരിച്ചിട്ടുള്ളത്. ദെൻ അതിലെ രണ്ടാമത്തെ റൂൾ നോക്കാം. കേന്ദ്ര മോട്ടോർ വെഹിക്കിൾ ഭേദഗതി റൂൾസ് 1993 ആരംഭിച്ച തീയതി മുതൽ ഒരു വർഷം ജീവന് അപകടകരമായ സ്വഭാവമുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്ന എല്ലാ ചരക്ക് വണ്ടികളും ടെക്കോഗ്രാഫ് ഓട്ടസമയക്കുറവ് രേഖപ്പെടുത്തുന്നതിനുള്ള ഉപകരണം ഘടിപ്പിച്ചിരിക്കണം. മോട്ടോർ വാഹന സമയ വേഗത നിലനിർത്തൽ, ത്വരിതപ്പെടുത്തൽ, ഡീസലറേഷൻ മുതലായവ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിനെ പ്രത്യേകൾക്ക് അനുസൃതമായിട്ടായിരിക്കണം വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കേണ്ടത്. അപ്പോൾ BIS പറയുന്ന BIS ഓൾ ഇന്ത്യ സ്റ്റാൻഡേർഡ് കോഡ് എന്നൊക്കെ നമ്മൾ പറയണ്ടല്ലോ അല്ലേ. BIS നിയമപ്രകാരമുള്ള ടെക്കോഗ്രാഫ് അതേപോലെ തന്നെ നമ്മുടെ വേഗത നിലനിർത്തൽ, ത്വരിതപ്പെടുത്തൽ, ഡീസലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, സ്പീഡ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഡിവൈസസ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഡിവൈസസ് ആ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഡ്രൈവർ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഡ്രൈവറിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാമുകളിലൊക്കെ സ്പെഷ്യൽ ടോപ്പിക്സിനുള്ള ഇമ്പോർട്ടൻസ് എല്ലാവരും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പോൾ ആ സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോലീസ് ഡ്രൈവറും കോൺസ്റ്റബിൾ ഡ്രൈവറും അതേപോലെ തന്നെ ഫയർമാൻ ഡ്രൈവറും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ രണ്ടിനും കൂടി കോംബോ ആയിട്ട് തന്നെ ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരൊറ്റ ബാച്ചിൽ ജോയിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 2 എക്സാമുകൾക്കും എഴുതാവുന്നതാണ്. അതേപോലെ തന്നെ ഫോറസ്റ്റ് ഡ്രൈവർ, അതേപോലെ കോമൺ ഡ്രൈവർ, വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡ്രൈവർ, LDV HDV ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കോഴ്സുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ബാച്ചസും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഴ്സിന് ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ നെക്സ്റ്റ് റൂള് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ റൂള് 129A ആണ് കേട്ടോ. റൂള് 129A ആണ്. എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്താണ്. 129A എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത റൂളാണ്. അപ്പോൾ എന്താണ് പറയുന്നത്, സ്പാർക്ക് അറസ്റ്ററിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. സ്പാർക്ക് അറസ്റ്റർ എന്താണെന്നാണ്, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് ഭേദഗതി റൂൾസ് പ്രകാരം, അതായത് 1993 ആരംഭിച്ച തീയതി മുതൽ 6 മാസം മനുഷ്യജീവനിലേക്ക് അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകുന്ന എല്ലാ ചരക്ക് വണ്ടികളും ഒരു സ്പാർക്ക് അറസ്റ്റർ ഘടിപ്പിച്ചിരിക്കണം. അപ്പോൾ അതായത് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ്
1993 ഭേദഗതി അനുസരിച്ച് അല്ലേ, അതിനുശേഷം വന്ന അമെൻമെൻറ്റ് പ്രകാരമുള്ളത് അതിനുശേഷം 6 മാസത്തിന് ശേഷം വരുന്ന എല്ലാ വാഹനങ്ങളിലും എന്ത് ചെയ്യണം, ഇങ്ങനെ ചരക്കുകൾ കൊണ്ടുപോകുന്നത്, അതായത് ഹസാർഡസ് ആയിട്ടുള്ള ഗുഡ്സ്, അപകടകരമായ ഗുഡ്സ് കൊണ്ടുപോകുന്ന വാഹനങ്ങളാണെങ്കിൽ അതിൽ സ്പാർക്ക് അറസ്റ്റർ എന്ത് ചെയ്യണം, നിർബന്ധമായി ഘടിപ്പിച്ചിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് റൂള് 130 ക്ലാസ് ലേബലുകൾ പ്രദർശിപ്പിക്കുന്ന രീതി. റൂള് 130 ക്ലാസ് ലേബലുകൾ പ്രദർശിപ്പിക്കുന്ന രീതി. ക്ലാസ് ലേബൽസിന് നേരത്തെ ഞാനൊന്ന് കാണിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ ലേബൽ കാണാൻ പറ്റും, അതെങ്ങനെയാണ് പ്രദർശിപ്പിക്കേണ്ടത്, ജസ്റ്റ് ആ ലേബലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഒരു വാഹനത്തിൻ്റെ ഒരു ക്ലാസ് ലേബൽ പ്രദർശിപ്പിക്കേണ്ടത് ആവശ്യമാണെങ്കിൽ ക്ലാസ് ലേബലിൻ്റെ വലിപ്പം ലംബമായി 45 ഡിഗ്രി കോണിലായിരിക്കുകയും അത്തരം ലേബലിൻ്റെ വലിപ്പം അതിൽ കുറവായിരിക്കരുത്. 25 മില്ലിമീറ്റർ ചതുരം, അതിനെ 2 ഭാഗങ്ങളായി തിരിക്കാം. മുകളിലെ പകുതി ചിത്രചിഹ്നത്തിനും താഴെ പകുതി വാചകത്തിനും നീക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് അതിൽ പറഞ്ഞു. അതായത് 45 ഡിഗ്രിയിലുള്ള ചെരിഞ്ഞിട്ടുള്ള ചതുരമാണ് വരുന്നത് അല്ലേ, അതായത് 25 മില്ലിമീറ്റർ ചതുരം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ വാല്യൂസ് ഒന്ന് ഓർത്തിരിക്കുക. അതായത് 25 മില്ലിമീറ്ററിൻ്റെ ഒരു ചതുരമാണ് നമുക്ക് മിനിമം വരുന്നുണ്ട് അല്ലേ, അതിൽ കുറവായിരിക്കരുത് എന്ന് പറഞ്ഞു. മിനിമം ആ ലെങ്ത് വേണം, അതിന് മുകളിൽ വരാം. അതേപോലെ തന്നെ അത് 45 ഡിഗ്രി ചരിച്ചിട്ട്, ചതുരം 45 ഡിഗ്രി ചരിച്ച് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിക്ചറിൽ. അങ്ങനെ 45 ഡിഗ്രിയുള്ള ചെരിവായിരിക്കണം അതിലുണ്ടായിരിക്കേണ്ടത്. ദെൻ അതിനെ 2 ഭാഗങ്ങളാക്കിയിട്ട് തിരിക്കണം. 2 ഭാഗങ്ങളാക്കി തിരിക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഹാഫ് ഭാഗം അല്ലേ, ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണോ ആ ക്ലാസ് എന്നുള്ളത് അതായിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുക. താഴ്ഭാഗത്ത് അതെന്താണോ അതായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുക. ജസ്റ്റ് അതിൽ കീഴിലുള്ള ഭാഗങ്ങളിൽ എന്താണോ ഉള്ളത് അതാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. ഇവിടെ താഴത്തുള്ള ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇവിടെ മുകളിൽ എന്താണോ ക്ലാസ് എന്നുള്ളത് വരച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. ദെൻ നെക്സ്റ്റ് അടുത്ത് രണ്ടാമത്തെ, ക്ലാസ് ലേബലിൽ പശപദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നിടത്ത് അത് വാട്ടർ പ്രൂഫ് ആയിരിക്കണം. കൂടാതെ ചിത്ര ചിഹ്നവും വാചകവും അച്ചടിക്കുകയോ പെയിന്റ് ചെയ്യുകയോ ഒട്ടിക്കുകയോ ചെയ്യുന്ന ലോഹമോ മറ്റു വസ്തുക്കളോ അടങ്ങിയിരിക്കുന്നിടത്ത് അവ അത്തരം മെറ്റീരിയൽ നേരിട്ട് ഒട്ടിച്ചിരിക്കണം. എല്ലാ സാഹചര്യങ്ങളും ലേബലിന് ചുറ്റുമുള്ള വാഹനത്തിൻ്റെ ഉപരിതലം ക്ലാസ് ലേബലിൻ്റെ പശ്ചാത്തലമായി വ്യക്തമായി വ്യത്യാസമുള്ള നിറവുമായിരിക്കണം. അതായത് നമുക്ക് ആ ലേബൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കാണണം എന്നാണ് പറയുന്നത്. അതായത് ഒട്ടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ചിഹ്നം പെയിൻറ് ചെയ്യോ പ്രിൻ്റ് ചെയ്യോ അല്ലെങ്കിൽ ഒട്ടിക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് കാണണം. അതേമാതിരി അതിൻ്റെ പശ്ചാത്തല നിറത്തിൽ നിന്ന് കാണുന്ന രീതിയിൽ തന്നെയുള്ള ചിഹ്നങ്ങളായിരിക്കണം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഫസ്റ്റത്തെ ഞാനിവിടെ 2 എന്ന് കൊടുത്തില്ല, ഈ ഇൻഹലേഷൻ അസാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്ലാസ് ആണ് വെക്കുന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് പ്ലെയിനിലാണ് ഈ ഒരു ലേബൽ വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിന് പകരം കാണുന്ന രീതിയിലായിരിക്കണം ആ വാഹനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, വാഹനത്തിൻ്റെ ബോഡിയുടെ കളർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എവിടെ ഇത് ഘടിപ്പിക്കണം എന്നുള്ള കാര്യമൊക്കെ അസാർഡ് പാനലിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓർത്തിരിക്കുക. അതായത് കൃത്യമായിട്ട് ലേബൽ കൃത്യമായിട്ട് കാണുന്ന പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് വ്യക്തമായി കാണുന്ന നിറത്തിലായിരിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ 2 കളർ ഡിഫറൻസ് വരണം, എങ്കിലേ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുള്ളൂ. ദെൻ മൂന്നാമത്തെ നോക്കാം. അപകടകരമായ ഏതെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകുന്ന എല്ലാ ചരക്ക് വണ്ടികളും റൂൾ 134 പട്ടികയിൽ കാണിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ലേബൽ പ്രദർശിപ്പിക്കേണ്ടതാണ് അല്ലേ. അതായത് നമ്മൾ റൂള് 134 പറയുന്നുണ്ട്. 134 ഈ 134ൻ്റെ ഇടയിൽ ഒരു ടേബിൾ ഉണ്ട് അല്ലേ, അതിൻ്റെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റൂൾ 134 ടേബിളിൽ പറയുന്ന റൂൾ 134ൻ്റെ ടേബിളിൽ പറയുന്ന എന്തിൽ വരണം, അതിൽ പറയുന്ന ക്ലാസ് ലേബൽ എന്താണോ അത് എന്നുണ്ടെങ്കിൽ ഏത് വാഹനത്തിൻ്റെ ക്ലാസ് ലേബലാണോ അത് കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യണം, പ്രദർശിപ്പിക്കേണ്ടതാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഡ്രൈവറിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഡ്രൈവർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന ബാച്ച് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ ബാച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള റെക്കോർഡർ ക്ലാസ്സസ് ഉണ്ടായിരിക്കും, സിലബസിന് ബേസ്ഡ് റെക്കോർഡർ ക്ലാസ്സസ് ഉണ്ടായിരിക്കും, സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ റെക്കോർഡർ ക്ലാസ്സസ് ഉണ്ടായിരിക്കും, എക്സ്ട്രാ നിങ്ങൾക്ക് ലൈവ് സെക്ഷൻസ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ വീക്കിലി എക്സാം നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമോട് കൂടി തന്നെ നിങ്ങൾക്ക് മെൻറ്ററോട് ക്ലിയർ ചെയ്യാവുന്നതാണ്. PDF നോട്ട്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ടൈം ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നൽകുന്നതായിരിക്കും. അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാനും നിങ്ങൾ എന്ത് ചെയ്യുക, കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതേപോലെ ആപ്പിലെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക.
അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് ഹസാർഡസ് വെഹിക്കിൾസ് ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ക്ലാസ് ലാബിൽ നമ്മൾ ഒട്ടിച്ച് വെക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ക്ലാസ് ലാബിലെ സൈസ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ എമർജൻസി പാനൽ എന്നുള്ള ഒരു ഭാഗം കൂടി നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട്. അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും ഷെയർ ചെയ്തെത്തിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.